സിംസെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വളരെ തന്നിരിക്കുന്നത് നമ്മൾ കുറേ എക്സ്പ്ലോറിൻ്റെ വീഡിയോ ഇട്ടുണ്ട്, 2-3 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഡെയിലി വീഡിയോസ് കാണുന്നവർ അറിയാം, ഞാൻ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഒരു എക്സ്പ്ലോർ വീഡിയോയിലാണ് നമുക്ക് ഈ വില്ലേജ് കിട്ടിയത്. പിന്നെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ നെതറിപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ എപ്പിസോഡിലും നമ്മൾ എക്സ്പ്ലോറാണ് ചെയ്യാൻ പോകുന്നത്. മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ നെതറിപ്പോൾ ഉണ്ടായിരുന്നു. നെതറിന്ന് ഈ കളറുള്ള ഇത് കിട്ടി നമുക്ക് പുല്ലെന്നാണ് പറയുക, ഡേട്ട്. അവിടുത്തെ ഡേട്ട് ഇതാണ്, കണ്ടോ, ഈ കളറുള്ള. നമ്മൾ ഇവിടുത്തെ ഒരു ഡേട്ട് എടുത്ത് പൊളിച്ചിട്ട് കഴിച്ചു. ഇത് കുറച്ച് നല്ല ഭയം ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. ഇതിപ്പോൾ നമ്മൾ മൂഞ്ചില്ലേ, ആകെ ഒന്നായിട്ടില്ല. എന്തായാലും നമ്മൾ എക്സ്പ്ലോർ അങ്ങ് തുടങ്ങുകയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഫുഡൊക്കെ എന്തിനാണ് പോയായിരുന്നു. ഇവിടെ നമ്മൾ നേരെ അങ്ങ് പോവാണ്, കത്തിച്ചങ്ങ് വിടുക. ഫസ്റ്റ് നമ്മൾ ഈ റോ മീറ്റ് തിരുമ്പോൾ സാധാ മീറ്റ് ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് വീതം കൊടുക്കും. പിന്നെ നൈറ്റായാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർക്കാണ്, നൈറ്റും നമ്മൾ ഏകദേശം ഓടിക്കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്താണെന്ന് വെച്ചാൽ നൈറ്റും എന്തായാലും നമ്മൾ ഓടിക്കളിച്ചാലൊന്നും അങ്ങനെ നമ്മൾ വേഗം ചാവൊന്നുമില്ല. നമ്മളിവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എങ്ങനെ വല്ല മണൽ സിറ്റിയും കിട്ടിയാൽ മണൽ സിറ്റിയിലും വീണ്ടും വില്ലേജ് കിട്ടാം. വില്ലേജ് ആയിരിക്കും പിന്നെ നമുക്ക് കിട്ടുക. അതൊക്കെ അതിലൊക്കെ പോകും, സിറ്റിയിലൊക്കെ. നമ്മളെന്തായാലും എക്സ്പ്ലോർ തുടരുകയാണ്. ഈ ബയോമിലാണ്, അവിടെ എവിടെയാണ് മഞ്ഞ സിറ്റി, അവിടെ ഇപ്പോൾ ഈ ബയോമിൽ തെറ്റുണ്ട്. വഴിയൊക്കെ കാണാപ്പാടായി, ഇവിടെ വരെ കാണാപ്പാടാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാപ്പാടാവില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ മരമുള്ളതുകൊണ്ട്. പിന്നെ റിട്ടേൺ നമ്മൾ ഇതിൽ വരുമ്പോൾ നമുക്ക് സ്ഥലം മനസ്സിലാവില്ല. ഇവിടെ ലാവ കണ്ട പോലെ ഗൈസ്, ലാവ ഇപ്പോൾ സ്പോണായതാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ വന്നപ്പോൾ നമുക്ക് തന്നെയാണ് മരല്ലേ, ഈ മലേൻ്റെ മേലെ കേട്ട് വലിയ യൂസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ എന്തായാലും നമ്മുടെ എക്സ്പ്ലോർ തുടരുവാണ്. പിന്നെ ഇതിൽ ഗൈസ് എക്സ്പ്ലോർ തുടരുകയെന്ന് പറഞ്ഞൊന്ന് അല്ല നാക്കെടുത്ത് ഉള്ളിൽ ഇട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും എന്താ അടുത്ത വില്ലേജ്. ലക്ക് വില്ലേജ് എന്ന് തോന്നുള്ളൂ. നമ്മളിവിടെ തന്നെ അങ്ങ് റീസ്പോൺ ചെയ്തിട്ട് ഉറങ്ങിയിട്ടേ പോകുന്നുള്ളൂ. സെറ്റ് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും നേരിട്ട് വരുമ്പോട്ടെ. ഗൈസ്, ഇത് എന്തോട്ട് വില്ലേജാ, ഒരു വല്ലാത്തൊരു സെസ്സുള്ള വില്ലേജ്. ഇത്ര അടുത്ത് തന്നെ വില്ലേജ് സ്പോണാക്കിയോണ്ട് മൈൻക്രാഫ്റ്റിന് വിചാരിച്ചാണോ അറിയാണ്ട് സ്പോണാക്കിയതാ. രണ്ടിലൊന്ന് വീടൊക്കെ കുറയ്ക്കാൻ ഇല്ല. വേറെ ചെടി ബയോമ് വേറെ കിട്ടണമെന്ന് പറഞ്ഞേ ഉള്ളൂ, വേറെ കിട്ടിയില്ല. പക്ഷേ ഈ ഡാർക്ക് ബയോമിന്ന് കുറച്ച് ലൈറ്റ് ബയോമിലേക്ക് നമ്മൾ എത്തേണ്ടത്. ആടിന് ആവശ്യമുണ്ടാവും. നൈറ്റ് സ്കിപ്പ് ചെയ്ത് നമുക്ക് അവിടെ കട്ടിലെടുക്കായിരുന്നു. നമ്മൾ അതൊന്നും നോക്കില്ല. വലുതാവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കട്ടിലുള്ള റിസോഴ്സസ് ആയി നിൽക്കാം. നീ വലുതായിട്ട് ഞാൻ വന്ന് പോകുന്നുള്ളടാ. എന്തായാലും ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി അതിൽ വെച്ചിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിൽ ആവശ്യം വരാം. ഇവനൊന്ന് വലുതാവായിരുന്നെങ്കിൽ വേഗം ആവശ്യം വന്നേ. ഇവിടെ നിന്ന് ഒരു ആടിനെ കിട്ടുന്ന റിസ്ക് ആയിരിക്കും. ഇവൻ നമ്മൾ കൺവെർട്ടൊന്നും വിടാൻ പാടില്ല. എന്തായാലും ഇവൻ വലുതായിട്ട് കാണിച്ചു തരാം. അല്ല, എന്തിനാ വലുതായിട്ട് കാണിച്ചു തരുന്നത്? ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയല്ലേ നമ്മുടെ വില്ലേജ്. അവിടെ പോയി ആ കട്ടിലങ്ങ് എടുക്കാം. പ്രയാണം തുടങ്ങുന്നതാണ്. ഈ കട്ടിലെന്തായാലും പൊടിച്ചെടുക്കാം. കട്ടിലാണ് എല്ലാ കട്ടിലെന്തായാലും കയ്യിൽ വെച്ചേക്കാം. നീറ്റ് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും കുറച്ച്
മുമ്പോട്ട് പോയിട്ട് കാണിച്ചു തരാം. വില്ലേജ് കിട്ടാനുണ്ട്. ആ പംകിൻ്റെ ആരോ പോകുന്നത് ഐ ആം ഗോഡ് ഇതാണ് പറഞ്ഞ പറ്റി കറക്റ്റ് ചാലഞ്ചാണ്. പംകിൻ്റെ ആരോ അങ്ങോട്ടാണ്. നമുക്ക് ഈ ഭയം വിട്ട് നമുക്ക് അങ്ങോട്ട് കയറി. ഇത് ഇപ്പം നോക്കുമ്പോൾ നമ്മൾ കാണിച്ചതൊക്കെ നമ്മൾ നമ്മുടെ ആർമർ എടുത്തിട്ടില്ല. നേരത്തെ ഷീൽഡിൻ്റെ കാര്യം മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ആർമറും വെച്ചിട്ടില്ലായിരുന്നു ഗൈസ്. സൂര്യാസ്തമയം നൈറ്റ് ആൻഡ് ഗൈസ്. നമ്മൾ അവിടെ നിന്നാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ നൈറ്റ് ആൻഡ്. പിന്നെ നമുക്ക് ആമക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. ആമക്കുട്ടൻ ഏതല്ല നല്ല രസം. അപ്പം നമ്മൾ നമ്മുടെ എക്സ്പ്ലോർ ചെയ്തിട്ട് സെക്കൻഡ് നൈറ്റാണ് നമ്മളുടേത്. 2 നൈറ്റായി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ട് ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ബയോം അങ്ങനെ കുറേ ബയോമുണ്ട്. അതേപോലെ ഇത് മഷ്റൂം ബയോമാണെന്ന് തോന്നുന്നു ഗൈസ്. തോന്നുന്നത് മഷ്റൂം ബയോമാണ്. കണ്ടോ ഇതിൻ്റെ ആ മണ്ണിൻ്റെ കളർ കണ്ടറിയാം. പിന്നെ ഇവിടെ മാത്രമാണ് ഈ കൊബിൾ സ്റ്റോൺ എന്തോ പുല്ല് പിടിച്ച കൊബിൾ സ്റ്റോൺ കിട്ടുക. അങ്ങനെ പൊട്ടിച്ച് നോക്കാൻ ആക്സില്ല. ഇവിടെ പിന്നെ ഇങ്ങനെ ആയിരിക്കല്ല. അയ്യോ വെറുതെ കേടൊക്കെല്ലാം എടുത്ത് ചെയ്യാറുണ്ട്. അയ്യോ ചാടുന്നുണ്ട് സ്വയം ചെയ്യണേ. എനിക്ക് ഈ ബയോം അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പുതിയതായിട്ടൊരു വേറൊരു ബയോം കിട്ടിയിട്ടുണ്ട്. ബയോമിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ദൂരം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഈ ബയോമിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഈ ബയോമിലാണ് ഗെയിം തെറാപ്പിസ്റ്റ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗൈസ് ലാമേൻ്റെ കുഞ്ഞ്. സാധാരണ നമ്മൾ ഈ ബയോമിലൊക്കെ ലാമ ഉണ്ടാവുക. ഇവിടെ നിന്നാണ് ട്രേഡ്മാൻ ലാമേനെ വിളിച്ചിട്ട് വരിക. നമുക്ക് ലാമേൻ്റെ കുഞ്ഞ് ഞാൻ ആ കണ്ടിട്ടുള്ള ട്രേഡ്മാൻ്റെ കൂടെ വരുന്ന ലാമ മാത്രം. അല്ലാണ്ട് ലാമ എവിടെയാണ് സ്പോണാവുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഗൈസ് ഇവിടെയാണ് ഗൈസ് ലാമ സ്പോണാവുക. ദ വെറൈറ്റി കോഴി. ഗൈസ് ഇവിടെ ഗൈസ് ലാമ സ്പോണാവുന്നത് കൊള്ളാലത്. ലാമേൻ്റെ കുഞ്ഞ് നല്ല രസമുണ്ടാണ്. ഈ ഭയം എത്തിയപ്പോഴത്തേനും ലാമേൻ്റെ കുഞ്ഞു മാത്രമല്ല ഗൈസ് 2 ഗ്രേ ലാമകൾ. വാവ് നല്ല രസമുണ്ടാണ്. ലാമേൻ്റെ പ്രത്യേക ലുക്കല്ല അതിൻ്റെ മുഖവും അതിൻ്റെ ഇതും കാണാൻ. നൈറ്റായി ഗൈസ്. ഞാൻ എന്തായാലും ഇറങ്ങി. അപ്പോൾ ഇന്ന് 3ാമത്തെ നൈറ്റാണ് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ. എന്തായാലും വീണ്ടും എക്സ്പ്ലോർ ചെയ്യണം. എന്തെങ്കിലും പ്രത്യേകിച്ച് കാണുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് കിട്ടി ഗൈസ്. നമ്മൾ ഇത്ര ദൂരം ഓടി വന്നതിൻ്റെ ഭാഗ്യം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ലക്ക് അത്രമാത്രം പറയാൻ പറ്റുള്ളൂ. എന്താ ഞാൻ കാണിച്ചത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിപ്പയർ ആവാനുണ്ട്. കുറച്ച് വലിയ ഫൈറ്റ് കാണാം നിങ്ങൾക്ക്. ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ ചാവും. കണ്ടോ ഗൈസ്, കണ്ടോ എങ്ങനെ ഇട്ടിട്ട് പോകണം. നമ്മൾ അതിൻ്റെ എൻട്രൻസ് എവിടെയാണ് കറക്റ്റ് കുറച്ച് ദൂരെ മാറി നോക്കണം. ഇവിടെ അല്ല എൻട്രൻസ്. അമ്മമാരുടെ അടുത്ത് എൻചാൻറ്റിങ് പോയാല. അപ്പോൾ അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഗൈസ് അവിടെ ആരോ തടങ്കലിലാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർക്ക് കുറച്ച് പ്രത്യേകത ഉണ്ടെന്ന്. അവിടെ ആരോ തടങ്കലിലാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ റീസ്പോൺ വെക്കാണ്. എങ്ങനെയുണ്ട് ബുദ്ധി? അത് കുറച്ച് കിടക്കിട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ചത്ത നമ്മളെന്തായാലും. പക്ഷെ നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ച് അവിടെ അങ്ങ് സെറ്റ് ചെയ്തില്ലേ റീസ്പോണ്. നമ്മളങ്ങ് മേലോട്ടം ഒറ്റ ഓട്ടം ഓടാൻ പോണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. മാതിരി കണ്ടാലും അമ്പ ചെയ്താലും അതിൻ്റെ ഉള്ളിൽ അയൻകോള കേസുള്ള അയൻകോളം പാപം. അയ്യോ എൻട്രൻസ് ഇതല്ല എൻട്രൻസ് ഇല്ല ഗൈസ്. ഇതിന് എൻട്രൻസ് ഇല്ലേ ഗൈസ്? ഐഡിയ ഗൈസ്. നമുക്ക് അതിൻ്റെ മുകളിലെത്താനുള്ള ഒരു ക്രൂ ഐഡിയ. ഇവിടുത്തെ മരങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾക്ക്
ഇവിടുന്ന് മിനിമം ഒരു ഹൈറ്റിൽ ഇങ്ങനെ വെച്ച് നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. എന്തായാലും ഞാൻ കുറച്ചധികം മരം എടുത്തിട്ട് ഒരു സ്റ്റാക്ക് മരം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗായ്സ്. നമ്മളെന്തായാലും വുഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ 3 പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ആവശ്യം വന്നുള്ളൂ. നമ്മൾ ഇത് വെച്ച് പ്ലാങ്ക് ആക്കുമ്പോൾ എത്ര എണ്ണം കിട്ടുമെന്നാണ് നോക്കാൻ പോകുന്നത്. മിക്കവാറും 2-3 സ്റ്റാക്കിൻ്റെ അടുത്ത് കിട്ടും. ഗായ്സ് 3 സ്റ്റാക്കിൻ്റെ മേളിൽ നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ തടങ്കലിൽ ഇട്ടേക്കുന്ന അയങ്കോളം പാവത്തിനാണ്. അയങ്കോളത്തിന് നമുക്ക് റിലീസ് ചെയ്യാം. എന്താ ബ്ലോക്ക് വീഴാത്ത? അപ്പോൾ മിനിമം ഹൈറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തേക്ക് വീടുണ്ട്. ഇവിടെ നമുക്ക് ഓരോരുത്തന്മാരായിട്ട് തീർക്കാം. ഒന്ന് വരട്ടെ, ഒന്ന് പോന്നോട്ടെ. എന്നിട്ട് കയറി വാടാ മക്കളെ. ഗൈസ് തന്നാ ഞാൻ റെക്കോർഡ് നിങ്ങൾ കണ്ടല്ലേ? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്നത് ഗൈസ് ഞാൻ എന്തോ കൊടുത്തു. ഗൈസ് നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയത്. എത്തിയതിനെക്കാട്ടും ബെറ്റർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് PP കിട്ടുമെന്ന് വിചാരിച്ചാണ് എത്തിയത്. പക്ഷെ നമുക്കെന്തോ കല്ല് മാത്രമാണ് കിട്ടിയത്. ഗെയിം ക്രാഷായി ഗൈസ്. നമുക്കൊന്നും അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല, ഇടാനും പറ്റുന്നില്ല. എന്താണ് ഗെയിം ക്രാഷായി. നിങ്ങൾ കണ്ടു കാണും ഗെയിം ക്രാഷായത്. കണ്ടു ഞാൻ കാണിച്ചുതരാം. എനിക്ക് കണ്ടു ക്രാഷ് നിൽക്കുന്നു. ഞാൻ എൻ്റെ ഇൻവെൻ്ററിയിലേക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ ആകുന്നില്ല. വലിയിടൂ. അയ്യോ പണിയാക്കും. വീണ്ടും പണി കിട്ടിയത് ഇപ്പം തന്നെ. നേരിലോട്ട് കയറി പോകാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം മുകളിലെത്തിയുള്ളൂ ആദ്യമായിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നമുക്കിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഐഡിയ. അതും പോയിൻ്റ് ഗൈസ് വീണ്ടും അതുപോലെ തന്നെ ഗൈസ്. എന്താണെന്നറിയില്ല, അത് ഞാനത് നോക്കിയിട്ട് അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. അത് മാത്രമല്ല ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ബൈ. സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ബൈ ബൈ.